ഏവർക്കും നമസ്കാരം. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റി ജീവിതത്തിൽ മുന്നേറുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് തൻ്റെ ജീവിത സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തീർത്ത ദീപ്തിയാണ് നാം ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കടമ്പകൾ ഏറെയുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച മിസ്സിസ് സൗത്ത് ഇന്ത്യ 2023 ദീപ്തിയുടെ അനുഭവങ്ങളിലേക്ക്. നമസ്കാരം, ഞാൻ ദീപ്തി. ഞാൻ സെക്രട്ടേറിയറ്റ് വർക്ക് ചെയ്യുന്നു, അതായത് ധനകാര്യ വകുപ്പിൽ വർക്ക് ചെയ്യുകയാണ്. അതിനു പുറമെ ഞാൻ 2022 മിസ്സസ് കേരള സബ് ടൈറ്റിൽ വിന്നർ, 2023 മിസ്സസ് കേരള, അതുപോലെ തന്നെ DK പേജൻസ് നടത്തിയ മിസ്സസ് ഇന്ത്യ കോമ്പറ്റീഷനിൽ മിസ്സസ് സൗത്ത് ഇന്ത്യ. ഒരു സാധാരണ സ്ത്രീ എന്ന രീതിയിൽ എങ്ങനെ നമ്മൾ ഈ ഒരു സൗന്ദര്യ മത്സരം, അതായത് ഒരു ബ്യൂട്ടി പേജനിൽ എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളത് എല്ലാവരും ചോദിക്കാറുള്ളതാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മാത്രമല്ല, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥ കൂടിയാണ്. അപ്പം നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെർമിഷൻ എടുത്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാനൊരു പേപ്പറിലൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടതാണ്. 2022 മിസ്സസ് കേരള മത്സരത്തിനെ കുറിച്ചൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ട ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് കൊടുത്തതാണ്. അപ്പം അതിൽ ഓഡിഷൻ്റെ സമയമുണ്ടായിരുന്നു. അപ്പോൾ ഓഡിഷനിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ദീപ്തി എങ്ങനെ ഇതിൽ പങ്കെടുക്കാൻ എങ്ങനെ ധൈര്യം വന്നു എന്നാണ് എന്നോട് പലരും ചോദിച്ച ചോദ്യം. കാര്യം എന്നോട് എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് ചോദിച്ചാണ്, ദീപ്തി നിനക്ക് നല്ല നീണ്ട തലമുടിയുണ്ടോ, നിനക്ക് നീളം നഖങ്ങളുണ്ടോ, പിന്നെ നീ എങ്ങനെ ഈ ഒരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ സൗന്ദര്യ മത്സരം എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ഒരു നിറത്തിനെയോ ഒരു മനുഷ്യൻ്റെ ആകൃതിയോ പ്രകൃതിയോ മാത്രമല്ല, ഒരു ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്നാണ് പറയുന്നത്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്, എങ്ങനെ കാണുന്നു. ഈ ചിലപ്പം വെളുപ്പിനും മാത്രമല്ല ഭംഗി, വെളുപ്പിനും കറുപ്പിനും ഇരുനിറത്തിനും എല്ലാത്തിലും ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ മറ്റൊരാളോട് എങ്ങനെ പെരുമാറുന്നു, മറ്റൊരാളുടെ സമീപനം, നമ്മളുടെ കാഴ്ചപ്പാട്, ഇതൊക്കെ നമ്മളെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ നിയന്ത്രിക്കും. പിന്നെ മാത്രമല്ല നമ്മുടെ സംസാരം, നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, ഇങ്ങനെ ധാരാളം ആസ്പെക്ട്സ് ആണ് ഈ ഒരു ഇതിലുള്ളത്. ശരിക്കും ഒരു ബ്യൂട്ടി പേജൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഐശ്വര്യ റായ് ഇതൊക്കെ. അപ്പോൾ നമ്മളൊരു സാധാരണക്കാരിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ലെവലാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും കണ്ടിട്ട് ചോദിച്ചു. അപ്പം മാത്രമല്ല നമുക്ക് ബോഡി ഷേമിങ് എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ കേരളീയരാകുമ്പം കുറച്ച് വണ്ണം കാണും, കുറച്ച് പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു 21-22 വയസ്സ് കഴിഞ്ഞ കുട്ടിയുടെ ഒരു ഏജ്, ഒരു ദേഹപ്രകൃതി ആയിരിക്കില്ല ഒരു 40+ കഴിഞ്ഞ ഒരാൾ. അപ്പം അതിൻ്റേതായ കുറേ, അതായത് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടാകും. ആ പോസിറ്റീവ്സിൻ്റെ അതിൻ്റെ ആൾക്കാർ കണ്ടെത്തുക എന്നുള്ള കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഈ ഒരു ബ്യൂട്ടി പേജിനുള്ള. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ലിമ്മായിരിക്കുന്ന അതായത് 0 സൈസ് തന്നെ ആവണം എന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ 0 സൈസും അല്ല പ്ലസ് സൈസും അല്ലാത്തവർക്കും ഇതിലൊക്കെ പങ്കെടുക്കാം, അതൊരു സാധാരണക്കാർക്കും പങ്കെടുക്കാം. അതുതന്നെയാണ് ഞാൻ ഇന്ന് ഇപ്പം 2023 എന്താ പറയുക മിസ്സസ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടെ മിസ്സസ് കേരള, ഞാൻ ശരിക്കും പറഞ്ഞാൽ മിസ്സസ് കേരള സബ് ടൈറ്റിൽ വിന്നറായിട്ട് വന്നതാണ്. അന്ന് 1500ഓളം കണ്ടസ്റ്റൻസിൽ നിന്നും 36 പേരെയാണ് മിസ്സസ് കേരള മത്സരത്തിൽ ഫൈനലിസ്റ്റായിട്ട് വന്നത്. അതിൽ ഒരു സബ് ടൈറ്റിൽ വിന്നർ ആവുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് എൻ്റെ ഫസ്റ്റ് ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പിന്നെ ധാരാളം ബ്യൂട്ടി പേജൻസിൽ ഞാൻ മത്സരിച്ചു. നമ്മളൊരു സ്പോർട്സിലായാലും ഒരു ബ്യൂട്ടി പേജനിലായാലും, ഇപ്പം സ്പോർട്സിൽ ഒരു കോർട്ടിൽ സാനിയ മിർസ ആയാലും സൈന നെഹ്വാൾ ആയാലും അവർക്കൊരു മത്സരത്തിൽ അവർക്കൊരു പ്രൈസ് കിട്ടുമ്പോൾ നോക്കി കൈയടിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ട്. ഇപ്പം അതിലൊരു മത്സരത്തിൽ വിജയിച്ചാൽ നമ്മൾ അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മളൊരു സാധാരണക്കാരിയാണല്ലോ. ഒരു സാധാരണക്കാരിക്ക് ഒരിക്കലും അങ്ങ് ഉയരാൻ പാടില്ല എന്ന് നമുക്കിങ്ങനെ ഒരു ബോർഡർ നിർണയിച്ചിട്ടുണ്ട് ചില ആൾക്കാർ. പക്ഷേ അതിനപ്പുറം നമുക്ക് അതിർവരമ്പുകൾക്കപ്പുറം നമുക്ക് ലോകമുണ്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റും, നമുക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കും എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ ഞാനെന്ന് പറയുന്നത്, ദീപ്തി എന്ന് പറയുന്നത്. കാര്യം ഒരിക്കലും എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ പോലും
ശരിക്കും പണ്ട് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ നിർമ്മല ഭവൻ സ്കൂളിലാണ് 5ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പം അന്ന് കുട്ടികളുടെ പ്രധാനമന്ത്രിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് എന്ന് വെച്ചാൽ നമുക്ക് അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഭയങ്കര ക്രൈസായിട്ടാണ് നോക്കുക. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്കും കുട്ടികളുടെ പ്രധാനമന്ത്രിയാവണം. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞാണ്, അതിനിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നല്ലൊരു ആഹാരം കഴിക്കണം, ദേഹവും നല്ലൊരിക്കണം, നല്ല വെളുത്ത് തുടുത്ത്, പിന്നെ സംസാരിക്കാനുള്ള കഴിവ് വേണം, നല്ല ബ്രില്യൻ്റ് ആയിരിക്കണം, നല്ല ചാമിങ് ആയിരിക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ അതൊക്കെ ഇനി എന്നെക്കൊണ്ട് അങ്ങനെ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകണമെന്നുള്ളത്. കാരണം നമ്മൾ ലൈഫിൽ ഒരാളുടെ മകളെന്നോ ഒരാളുടെ ഭാര്യയെന്നോ ഇന്ന ആളുടെ അമ്മയോ എന്നതിനപ്പുറം നമുക്കൊരു സിഗ്നേച്ചർ, ഞാൻ ആരാണ്, എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊരു സിഗ്നേച്ചർ നമ്മുടെ ഈ ലൈഫിൽ, അതായത് ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഇടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിന് ചിലപ്പം എല്ലാവരും അനുകൂലിച്ചെന്ന് വരത്തില്ല. അധികവും നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളാണ്. അതായത് നമ്മളെ എന്താ പറയുക, നെഗറ്റീവ്സിൽ നിന്ന് നമ്മൾ പോസിറ്റീവ് കണ്ടെത്തുക എന്നുള്ളത് തന്നെ. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ദീപ്തി എന്ന് പറഞ്ഞാൽ. ഒരു എനിക്ക് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സർക്കാർ ജോലി തന്നെ കിട്ടിയത്. കാര്യം ജീവിതത്തിലായാലും എല്ലാത്തിലും ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം തന്നെയാണ് ഞാൻ ഇന്ന് എത്തിയത്. ഒരിക്കലും ഒരു റോസാപ്പൂ ഇട്ട ഒരു മെത്തയിൽ ഉള്ള ആ ഒരു അനുഭവമല്ല, ശരിക്കും കല്ലും മുള്ളും ധാരാളം കടന്നു വന്ന ജീവിതമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഓരോ ചെറിയ ഇതും ഒരു ക്രൗൺ എടുത്ത് നമ്മളെ തലയിൽ വെച്ചിട്ട് നമ്മൾ ആ റാമ്പിൽ നടക്കുമ്പം, ആ മ്യൂസിക്കിനൊത്ത് നടക്കുമ്പം കിട്ടുന്ന ആ ഒരു എൻ്റെ ലൈഫിൽ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അതിനും എനിക്ക് ദൈവം തന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഇത്രയും. കാര്യം ഈ ഒരു ഏജിൽ എനിക്ക് ഇത്രയൊക്കെ അറ്റൈൻ ചെയ്യാൻ പറ്റുക, ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ ലൈഫിൽ വന്നത് പലതും. പക്ഷേ അതിന് അനുകൂലിക്കുന്നവർ ധാരാളമുണ്ട്. അതിൽ എന്താ പറയുക, ഒരു സാധാരണക്കാർക്ക് ഇങ്ങനെ വരുമ്പം പലർക്കും അതങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും മെമ്മറബിളായിട്ടുള്ളൊരു മൊമെൻറ്റ് തന്നെയാണ്. ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ നമ്മുടെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ക്ലാസ്സോടെയാണ് ജയിച്ചത് അന്ന് ആ സമയത്തുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ആവറേജ് എന്ന് വെച്ചാൽ അത്ര ടോപ്പൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വിമൻസ് കോളേജിൽ പഠിച്ചു. പിന്നെ MG, അത് കഴിഞ്ഞ് ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു, അത് MG കോളേജിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പ്രൊഫഷണൽ കോഴ്സായ LLB 3 ഇയർ LLB കോഴ്സ്, അതായത് ഗവൺമെൻറ് ലോ അക്കാഡമി ലോ കോളേജ് പേരൂർക്കരയുള്ള അവിടെയാണ് പഠനം പൂർത്തിയാക്കിയത്. പിന്നെ അത് കഴിഞ്ഞു, കല്യാണമായിരുന്നു. പിന്നെ അത് കോഴ്സ് പിന്നെ കംപ്ലീറ്റ് ചെയ്തില്ല. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അത് 21ാമത്തെ വയസ്സിലായിരുന്നു കല്യാണമൊക്കെ. പിന്നെ അത് കഴിഞ്ഞു. പക്ഷേ അഡ്വക്കേറ്റ് ആയിട്ടും ഞാൻ ശരിക്കും ആ പ്രൊഫഷൻ എനിക്ക് അത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് നമുക്കൊരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി നല്ല ഫിനാൻഷ്യലി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇതാകാൻ പറ്റൂ. നമുക്ക് മക്കളെ വളർത്തണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഞാൻ പിന്നെ ഒന്ന് മാറ്റി പിടിക്കാം. പിന്നെ ഒരു ഡെയിലി വേജസ് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു. അങ്ങനെ ലൈഫ് ഒരു വലിയൊരു ഫ്ലോ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, മക്കളായി. അതിനുശേഷം പിന്നെ ഇപ്പോൾ ജേർണലിസത്തിൽ PG ഡിപ്ലോമ, നമ്മളെ പ്രസ് ക്ലബ്ബിൽ നിന്ന് PG ഡിപ്ലോമ ഇൻ ജേർണലിസം കഴിഞ്ഞു. അത് അതിനുശേഷം എനിക്ക് ഒരു സർക്കാർ ജോലി, ഫസ്റ്റ് എൻ്റെ ജോലി എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ആദ്യം ടൈപ്പിസ്റ്റായിട്ടായിരുന്നു അവിടെ ജോലി കിട്ടിയത്. അതിനുശേഷം പിന്നെ ഒരു 4-5ഓളം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയായിരുന്നു. പിന്നെ ഇത് ട്രാൻസ്ഫർ ഇല്ലാത്ത ജോലി ആയതിനാൽ പിന്നെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലാണ്, ഇപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ധനകാര്യ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. അതാകുമ്പോൾ ട്രാൻസ്ഫർ ഇല്ല. തിരുവനന്തപുരത്ത് എന്താ പറയുക, പത്മനാഭൻ്റെ 2 ചക്രം വാങ്ങിക്കാം എന്നുള്ള അത് കിട്ടിയത് തന്നെ എൻ്റെ ഒരു വലിയ ഒരു അനുഗ്രഹമാണ്. ഒരു ജോബ് സെക്യൂരിറ്റി എന്നുള്ളത് കാര്യത്തിൽ. കാര്യം പഠിച്ചത് മുഴുക്ക ഓരോ ഫീൽഡാണ്, പക്ഷേ വർക്ക് ചെയ്തത് പല ഫീൽഡിലും വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് തന്നെ ഞാൻ ഇടയ്ക്ക് ബാംഗ്ലൂർ പോയായിരുന്നു. ഹസ്ബൻഡിൻ്റെ ബാംഗ്ലൂരായിരുന്നു. ആ സമയത്ത് അവിടെ കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്തു. അവിടെ ഞാൻ കോൾ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു US ബേസ്ഡ് കമ്പനിയായിരുന്നു, കോൾ സെൻറ്റർ ആയിരുന്നു. അവിടെ
ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു എക്സ്പോഷറായിരുന്നു എന്നെ സംബന്ധിച്ചു. കാര്യം ഇവിടെ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിച്ചത് എങ്കിൽ കൂടി നമ്മളിവിടെ മലയാളമാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സംസ്ഥാനത്ത് പോകുമ്പോഴാണ് ലാംഗ്വേജിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ അവിടെ ചെന്ന് ഇംഗ്ലീഷും ഹിന്ദിയും കുറേശ്ശെ സംസാരിച്ചാണ് പിന്നെ അവിടെ കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്തു. അവിടെ സ്റ്റാർ ഓഫ് ദ ഡേ ആയിരുന്നു, സ്റ്റാർ ഓഫ് ദ വീക്ക് ആയിരുന്നു, സ്റ്റാർ ഓഫ് ദ ഇയർ ആയിരുന്നു. കാര്യം നമ്മൾ ചെയ്യുന്ന ജോലി ഏത് ജോലിയാണ്, നമ്മൾ ഏത് പഠിച്ചാലും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുന്നേറാൻ സാധിക്കും. ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് അനുഭവത്തിൽ കൂടെ പഠിച്ച പാഠങ്ങളാണ്. നമ്മൾ പഠിച്ച കാര്യം ഒന്നുമല്ല നമ്മൾ പ്രാവർത്തികമാക്കുന്നത്, പഠിച്ച സബ്ജക്റ്റ് അല്ല ഒന്നുമില്ല. എക്കണോമിക്സ് പഠിച്ചു, ലോ പഠിച്ചു, പക്ഷേ ഞാനിന്ന് ജോലി ചെയ്യുന്നത് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ടൈപ്പ് പഠിച്ചു. ആ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റായിട്ടാണ് ആ ഒരു ജോലി കിട്ടുക. അതൊരു പ്രൊഫഷണൽ ഇത് തന്നെയാണ്. നമുക്കൊരു ടെക്നിക്കലായിട്ട് ഒരു വിദ്യാഭ്യാസം നമുക്കുണ്ടെങ്കിൽ അത് എന്നും നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്തായിരുന്നു. എൻറോൾ ചെയ്ത് ഞാൻ കുറച്ച് നാൾ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തിരുവനന്തപുരം മഞ്ചൂർ കോടതി പോയായിരുന്നു. പിന്നെ ഇപ്പം ഒരു സ്ഥിര ജോലി കിട്ടിയപ്പം ടെമ്പററി സസ്പെൻഡ് ചെയ്തു. കാരണം നമുക്ക് റിട്ടയർ ചെയ്താലും നമുക്ക് ആ ജോലിയിൽ തുടരാം. എന്നിട്ട് അതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇപ്പോൾ ഒരു മോഡലിംഗ് എന്നൊരു സെക്ടറിലോട്ട് എത്തിയത്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡി ലാംഗ്വേജ് വെച്ച് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതല്ല മോഡലിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ഈ പറഞ്ഞ മോഡലിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി പേജൻസ് ഒരു 5-6ഓളം ബ്യൂട്ടി പേജൻസ് മത്സരിച്ചു. എല്ലാത്തിലും ഞാൻ അതിലൊക്കെ ടൈറ്റിൽ അല്ലെങ്കിൽ സബ് ടൈറ്റിൽ വിന്നർ. പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ പോണ കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ ഗോവയിൽ പോയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ടൂറ് ഒരു 3 കൊടൈക്കനാൽ, അതിനപ്പുറം എനിക്കൊരു ലോകമില്ല. അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടില്ല. നമ്മൾ എപ്പോഴും എന്താ പറയുക, വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 6-7 വർഷം വരെ എനിക്ക് ജോലിയോ ഒന്നുമില്ല. വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം നിന്ന് വീട്ടുകാര്യങ്ങളും നോക്കി, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കി, മക്കളെ കാര്യം നോക്കി, മക്കളെ വിദ്യാഭ്യാസം എല്ലാം അവരെ ഒരുവിധം സെറ്റിൽ ആയതിനു ശേഷമാണ് ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ എത്തുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. ഇന്നിപ്പം സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ധാരാളം വെല്ലുവിളികൾ നമുക്ക് അതിജീവിക്കേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ടാണ് എൻ്റെ വാക്കിംഗ്. കാര്യം ഈ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിലെ പ്രധാനപ്പെട്ട ഒന്നാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു 4 അല്ലെങ്കിൽ 5 ഇഞ്ച് ഹീലുള്ള ചപ്പലിട്ടിട്ട് നമ്മൾ ക്യാറ്റ് വാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മിസ്സസ് കേരള 2022 അതിലെ ഗ്രൂമർ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ഗ്രൂമർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയ ദാലു കൃഷ്ണദാസ് സാറായിരുന്നു. അപ്പോൾ സാറ് എന്നെ തലേ ദിവസം ഗ്രൂമിങ്ങിന് നമുക്ക് എല്ലാവരും കുറേ പേരുണ്ട്, 10-36 കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് വാക്കിംഗ് ഉണ്ട്. ആ ഇൻഡിവിജ്വലായിട്ടുള്ള ആ വാക്കിങ്ങിനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തലേ ദിവസം എന്നും വഴക്ക് കിട്ടാറുണ്ട്. തലേ ദിവസം എന്ന് പറയാം ദീപ്തി ഇങ്ങനെയല്ല. കാര്യം എനിക്കത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാര്യം എനിക്കതിനെക്കുറിച്ചൊരു ട്രെയിനിങ്ങോ ഒന്നും കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു ട്രെയിനിങ്ങോ ഒന്നുമില്ല. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം സ്റ്റേജിൽ കണ്ടപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യം, തലേ ദിവസം കണ്ട ദീപ്തി അല്ല ഇന്നിപ്പം കണ്ട ദീപ്തി. ഗ്രൂമിങ്, അതായത് നമ്മൾ സ്റ്റേജിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അതങ്ങ് മാറുകയാണ്. നമ്മൾ ആ സിനിമയിൽ പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുമ്പോൾ ആ കഥാപാത്രമായി മാറുകയാണ് ആ ഒരു സമയത്ത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എനിക്ക് ഇതേപോലെ കുറേ പേര് എനിക്ക് ഇൻസ്പയർഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനായാലും ഇങ്ങനെ കുറേ കാര്യം ശരിക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ എടുത്തു പറയുന്നതാണ്. കാര്യം നമ്മൾ പലരിൽ നിന്നും കണ്ട് പഠിക്കുകയാണ് ചെയ്യുന്ന പല കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു മിസ്സസ് കാറ്റഗറി ആയതിനാൽ തന്നെയും പിന്നെ നമ്മളെ സമൂഹത്തിൽ ഇതിൻ്റെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ബോഡി ആംഗിൾ എടുത്ത് അറിയാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ഇതിൽ ബ്യൂട്ടി കോൺടെസ്റ്റിൽ അവർ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഇടുന്ന ഒരു വിഷമതകളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെ ഇതിൽ നമ്മൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു ദീപ്തി എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എന്ത് പറ്റി, ഞാൻ വെച്ചാൽ ഇത് ആൾക്കാരെ അറിയണ്ടേ, ഞാനിപ്പോൾ എന്താണ് ഇതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ചോദിച്ചു ദീപ്തി ഇതൊക്കെ സാധാരണ കുടുംബത്തിൽ പറഞ്ഞവർക്കൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം കുടുംബത്തിൽ പറഞ്ഞവർക്ക് എന്ത് ചെയ്യണം എന്തൊക്കെയുള്ള കാര്യങ്ങൾ ആൾക്കാരിങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിനപ്പുറം നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല. നമുക്കുള്ള അതിരെന്ന് പറഞ്ഞാൽ നാട്ടുകാരല്ല വരയ്ക്കാനുള്ളത്. നമ്മുടെ ആഗ്രഹം എന്താണ്, നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ല, നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. എങ്കിൽ കൂടിയും ദീപ്തി അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്നത് ചെയ്യാൻ പാടില്ല, ഒരു സാധാരണക്കാരി ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ എന്താ പറയുക, അത് അങ്ങ് എഴുതി വെച്ച ഒരു കാര്യം പോലെയാണ് ഇപ്പം സമൂഹത്തിൽ നടക്കുന്നത്. അപ്പം ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ട് അത് ഇപ്പോഴും റീസെൻ്റ്ലി ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് നമുക്ക് ഈ പറഞ്ഞ പഴയ ആൾക്കാർ പറയും പോലെ കാറ്റടിക്കുന്നിടത്തൊക്കെ വേലി കെട്ടാൻ പറ്റില്ല. അത് അവരുടെ ആറ്റിറ്റ്യൂഡാണ്.
അത് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യാനുള്ള എന്താ പറയുക, നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണ്. നമുക്ക് കണ്ടെത്തി നമുക്ക് ഉറപ്പായിട്ടും കിട്ടും, ഉറപ്പായിട്ടാണ്. അതിന് ഒരു സാധാരണക്കാരിക്ക് ഇതൊക്കെ പറ്റും, സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഞാനെന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സാമ്പത്തിക, നമ്മൾ പലരും ചോദിക്കാറുണ്ട്, കാര്യം ഇതേപോലെ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കുമ്പം അതൊരു വലിയ ചിലവേറിയ കാര്യമല്ലേ, ഇത് നമുക്ക് എങ്ങനെ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ സാധിക്കും. അതിന് സാധാരണക്കാർക്കായാലും പറ്റുന്ന കാര്യം വേറൊന്നുമല്ല. നമ്മളൊരു കോൺടെസ്റ്റ് തന്നെ പല ലെവലിലുണ്ട്. നമ്മൾ ഡിസ്ട്രിക്ട് ലെവലുണ്ട്, സ്റ്റേറ്റ് ലെവലുണ്ട്, നാഷണൽ ലെവലുണ്ട്. അപ്പോൾ ഓരോ ലെവലിൽ അതിൻ്റെ പിന്നെ നമുക്ക് എല്ലായിടത്തും ഒരു എൻട്രി ഫീസ്, അത് എല്ലായിടത്തും പറയുന്നത് ഏത് ഓർഗനൈസേഷൻ അറേഞ്ച് ചെയ്താലും അതിനൊരു എൻട്രി ഫീസ് കാണും. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ, ഒരു ഡാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ സാധനങ്ങൾ വാങ്ങാൻ, ആക്സസറീസ് വാങ്ങാൻ, ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോസ്മെറ്റിക്സ് വാങ്ങാൻ ഒരു ചിലവ് വേണം. പിന്നെ കോസ്മെറ്റിക്സ് എന്ത് വേണമെന്നുള്ളത്, ബ്രാൻഡഡ് വേണോ അല്ലാത്ത വേണോ എങ്ങനെ വേണമെന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ ചിലവ് വരും. പിന്നെ അതുപോലെ നമ്മളിപ്പം ഒരു സ്ഥലത്ത് ഒരു 2 ദിവസം ഗ്രൂമിങ് ഉണ്ടെന്ന് വെച്ചു, അപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പം അവിടെ ഇപ്പോൾ ഒരു 50-ഓളം കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവരേതെങ്കിലും ഒരു ഹോട്ടലായിരിക്കും അറേഞ്ച് ചെയ്തത്. അപ്പോൾ അവിടെ താമസിക്കാനുള്ള ഒരു പ്രൊവിഷൻ. അപ്പോൾ കുറേ പേരുണ്ടാകുമ്പം അത്രയും വലിയൊരു ചിലവ് ഉണ്ടാകത്തില്ല, ഇതേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമുക്ക് എന്താ പറയുക, എല്ലാവരും ചോദിക്കും കണ്ടസ്റ്റൻറ്റിൽ പങ്കെടുത്ത് ഇത്രയും പ്രൈസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇത്രയും സാമ്പത്തികം എത്ര രൂപ നിങ്ങൾക്ക് കിട്ടി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായെന്നത് മാത്രമായിരിക്കത്തില്ല, നമുക്ക് വേറെ ഫിലിമിൽ ഒക്കെ അവസരം കിട്ടാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഫിലിമിൽ നമുക്ക് ദൂരെ പോയി സ്റ്റേ ചെയ്ത് ഒരു ഫിലിമിലോട്ട് പോകാൻ അത്രയ്ക്കൊരു അതില്ല. അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ കൂടെ പലരും ഈ ബ്യൂട്ടി പേജിൽ മത്സരിച്ചു. ഇപ്പം മിസ്സസ് ഇന്ത്യ കോൺടെസ്റ്റിൽ മത്സരിച്ച പലർക്കും ഇപ്പോൾ അവർ ഫിലിമിലുണ്ട്, ആഡ്സിലുണ്ട്. അപ്പോൾ കാര്യം ഇവിടെ വിട്ടുപോയ പലർക്കും പല അവസരങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ അവസരങ്ങൾ ഇല്ല എന്നല്ല, അവസരങ്ങളുണ്ട്. പക്ഷേ അതിനുള്ള സമയം, സന്ദർഭം എല്ലാം നോക്കിയാണ്. അപ്പോൾ സാമ്പത്തികം ഉള്ളത് കൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് മടിച്ചു നിൽക്കുന്ന സാധാരണക്കാരായ ധാരാളം പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നതാണ്. അതായത് നമ്മളെ ഫാമിലി തന്നെയാണ് ഏറ്റവും, അതായത് നമ്മൾ എന്ത് വന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ വീട്ടിലാണ് പോകുന്നത്, നമ്മളെ ഹോം. അതുകൊണ്ടാണ് ഹൗസിനപ്പുറം ഹോം എന്ന് പറയുന്നത്. നമുക്ക് വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. പിന്നെ എൻ്റെ അച്ഛൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ആയതാണ്. അച്ഛൻ്റെ പേര് രാമചന്ദ്രൻ നായർ എന്നാണ്. അമ്മ വസന്തകുമാരി, അമ്മ ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്തതാണ്. അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ, 2 പേര് മക്കൾ, വിഷ്ണു, വൃന്ദ, മക്കൾ നല്ല സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ബ്രദർ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഈ മക്കളാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കെന്നും കൂടെ പറയുന്നത്. കാര്യം എന്ത് വരുമ്പം പറയും, അമ്മ അത് ശരിയായില്ല, അമ്മ ഇത് ശരിയായില്ല, അമ്മ കുറച്ചും കൂടെ നല്ലത് വേണം. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ്, മക്കൾ ഒരുവിധം അവർക്ക് അറിവായതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു രംഗത്ത് വന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കാര്യം എപ്പോഴും യൂത്തിനാണ് എല്ലായിടത്തും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പം നമ്മളിപ്പം ഈ ഒരു 40+ അല്ലെങ്കിൽ 45+ ആയിരുന്നാൽ കൂടിയും നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിനെ കുറിച്ചോ ഇപ്പോഴത്തെ രീതികളെക്കുറിച്ചോ നമ്മൾ അറിയണമെന്നില്ല. പക്ഷേ മക്കൾ അവർ തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയുന്നത്. കാര്യം ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലുള്ള ഓരോ കാര്യങ്ങളും അതിനെക്കുറിച്ച് എൻ്റെ അപ്ഡേഷൻസ്, പിന്നെ ഇപ്പോഴത്തെ ഫാഷനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഡെയിലി മീൻസ് നമ്മളെപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരെ നമ്മളെപ്പോഴും ലൈവായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ഫാമിലി സപ്പോർട്ട് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയത്. മാത്രമല്ല പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ്, പിന്നെ അടുത്തറിയാവുന്ന കുറച്ച് നല്ല ഫ്രണ്ട്സ് അവരും പറയും, ദിത്തി അത് ശരിയായില്ല, ദിത്തി ഇത് ശരിയായില്ല. ഓക്കെ, കാര്യം ഞാൻ എല്ലാവരും പറയുന്നതും കണക്കിലെടുക്കും. കാര്യം നമ്മൾ കാണാത്തത് അവർ കാണും. നമ്മളിപ്പോൾ ഒരു കാഴ്ചപ്പാടിൽ കാണുന്നതായിരിക്കില്ല മറ്റൊരാൾ കാണും. പക്ഷേ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കണം. ഞാൻ അതെല്ലാം കേൾക്കാറുമുണ്ട്. പിന്നെ നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ തിരുത്താറുമുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ ഫീൽഡിൽ എനിക്കൊരു സപ്പോർട്ടെന്ന് പറയുന്നത്. പലർക്കും സമയമില്ല, ഒരു കാര്യം ചെയ്യാൻ സമയമില്ല. കാര്യം സമയം എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡും കടന്നു പോകും, നമുക്കൊന്നും നമ്മളെ കൂടെ നിൽക്കത്തില്ല. അപ്പം ഈ 24 മണിക്കൂർ തന്നെയാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ 24 മണിക്കൂറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? എന്നെ സംബന്ധിച്ചോളം ഞാനൊരു സർക്കാർ ജീവനക്കാരിയാണ്. അപ്പം എനിക്ക് അതിൻ്റേതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യാം, എന്ന് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതിലുപരിയായിട്ട് നമ്മുടേതായ എന്താ പറയുക, പ്രൊഫഷൻ എന്താണ്, പാഷൻ എന്താണ്, പ്രൊഫഷനെയും പാഷനെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും ഈ 24 മണിക്കൂറിനുള്ളിൽ. പലരും പറയല്ലോ, അയ്യോ എനിക്ക് ഒട്ടും സമയമില്ല, ദീപ്തി ഇത് എങ്ങനെ ചെയ്യുന്നു, ഈ ഇത്ര സമയത്തിൽ എങ്ങനെ ചെയ്യുന്നു? സത്യം പറഞ്ഞാൽ നമ്മൾ സ്മാർട്ട് വർക്കാണ് എവിടെയും പ്രധാനമെന്ന് പറയുന്നത്. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. ശരി, സർക്കാർ ജോലിക്ക് ഉപരിയായിട്ട്
ഞാനൊരു ഓൾ ഇന്ത്യ റേഡിയോയിലെ കാഷ്വൽ അനൗൺസറാണ്, പിന്നെ ഒരു RJ ആയിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞൊരു ഒരു മോഡലിംഗ് എന്നുള്ള ഇത്. അപ്പം ഇതിൽ സമയമില്ല എന്ന് പറയുന്നത് നമ്മൾ സമയം കണ്ടെത്തുക, ഓരോന്നിനും സമയം കണ്ടെത്തുക. ചിലപ്പം ചില കാര്യങ്ങൾ മിസ്സാവും, പക്ഷേ നമ്മൾ മിസ്സാക്കാതെ പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം. പലപ്പോഴും ഞാൻ രാത്രി 24 മണിക്കൂർ കഴിഞ്ഞ് ഈ രാത്രി 1 മണിക്കും 2 മണിക്കും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനെക്കുറിച്ച് പ്രോഗ്രാം ചെയ്യാൻ തന്നെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു മോഡലിംഗിന് വഴി, അതായത് ഇപ്പം മിസ്സസ് സൗത്ത് ഇന്ത്യ എന്നുള്ള നിലയിൽ ഇപ്പം പലർക്കും കുറച്ച് പേർക്ക് അറിയാൻ പറ്റും. ഞാൻ ഒരു ആങ്കർ കൂടിയാണ്. ഞാൻ ഗവൺമെൻറ് പ്രോഗ്രാം കമ്പയർ ചെയ്യാറുണ്ട്. അതിൽ എനിക്ക് എൻ്റെ ഏറ്റവും ഭയങ്കര ഒരു ഇതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം സദേൺ ചീഫ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നായിരുന്നു. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാജി ആയിരുന്നു അതിൽ പ്രധാന ആകർഷണമെന്ന് പറഞ്ഞാൽ. മാത്രമല്ല നമ്മുടെ സദേൺ മോസ്റ്റിലെ സ്റ്റേറ്റ്സിലെ എല്ലാ മുഖ്യമന്ത്രിമാരും, നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ്, നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സാറ്, അങ്ങനെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എല്ലാ സ്റ്റേറ്റ്സിലെ സദേൺ സ്റ്റേറ്റ്സിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുത്ത ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാം എനിക്ക് ആങ്കർ ചെയ്യാൻ പറ്റി. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജി പങ്കെടുത്ത പ്രോഗ്രാം കമ്പയർ ചെയ്യാൻ പറ്റി. അതൊരു വലിയൊരു ഇതാണ്. പക്ഷേ ആർക്കും അന്ന് അറിയത്തില്ല ദീപ്തി ആരെന്നോ എന്തെന്ന് അറിയത്തില്ല. പിന്നെ അത് വളരെ ശരിക്കും അച്ചടക്കത്തോടുകൂടി നമുക്കൊരു ഒരു RJ എന്ന നിലയിൽ സംസാരിക്കാൻ ഒരു വാക്ക് പോലും എക്സ്ട്രാ സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ശരിക്കും രാവിലത്തെ സെഷൻ സാറിൻ്റെ ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാറിൻ്റെ ആയിരുന്നു. എന്നിട്ട് സാറ് ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ട ഗവർണർ എൻ്റെ അടുത്ത് വന്നിട്ട് യു ഡിഡ് ഇറ്റ് വെൽ എന്നൊരു വാക്ക് പറഞ്ഞപ്പം അതിൽ കിട്ടിയൊരു സന്തോഷം. കാര്യം എപ്പോഴും ഞാൻ ഇന്നും പറയണം, ഒരു സാധാരണക്കാരിയായ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു ഈവൻ ഒരു വാക്കുകൊണ്ട് പോലും അതായത് വലിയ നിലയിലിരിക്കുന്ന ഒരു വ്യക്തി അതായത് പ്രോഗ്രാം നന്നായിട്ടുണ്ട്, നിങ്ങൾ നല്ലതുപോലെ ആ പ്രോഗ്രാം ചെയ്തു എന്ന് പറഞ്ഞത്, അതിൽ പരം ഒരു അഭിനന്ദനം എനിക്ക് എന്ത് കിട്ടാനാണ്? അതും ഒരു സാധാരണക്കാരെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആരാ പറഞ്ഞു ഇതാണ് മിസ്സസ് കേരളയാണ്, മിസ്സസ് സൗത്ത് ഇന്ത്യയാണ് എന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല നമ്മുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ശ്രീ വിശ്വാസ് മേത്ത സാറ്, അപ്പം സാറും പറഞ്ഞു യു ഡിഡ് ദ പ്രോഗ്രാം വെരി വെൽ എന്ന് പറഞ്ഞു. അപ്പം അവരിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ് കിട്ടുക, വീണ്ടും പറയുന്നത് സാധാരണക്കാരിയായ എനിക്ക് ഇതൊക്കെ കിട്ടുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഞാൻ ശരിക്കും ഈ ഒരു ബ്യൂട്ടി പേജൻറ്റിൽ നിന്നും ഇരിക്കവേ ആ നിലയിൽ നിന്നാണ് ഞാനൊരു കമ്പയറിങ് ചെയ്യുന്നതും RJ ആയിട്ട് ചെയ്യുന്നതും. ശരിക്കും അപ്പോഴൊക്കെയാണ് എനിക്ക് ഈ ഓരോ അംഗീകാരങ്ങൾ, നമ്മൾ തലയിൽ വെക്കുന്ന ഒരു ക്രൗണിനോളം തന്നെ അംഗീകാരം തന്നെയാണ് ഒരു വാക്കെന്ന് പറയുന്നത്. കാരണം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചിരി, ഒരു വാക്ക്, ഒരു സാധനം എന്നു വെച്ചാൽ നമുക്ക് എപ്പോഴും എല്ലാവരെയും സാമ്പത്തികമായോ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. സാമ്പത്തികമായി കൊടുത്ത് നിറയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ചിരി അത് തന്നെ ധാരാളമാണ്. ഈ ബ്യൂട്ടി പേജൻറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ജസ്റ്റ് എന്ത് വന്നാലും ചിരിച്ചുകൊണ്ട് നേരിടുക. ചിലപ്പം അതിനെ ചിലർ വിചാരിക്കും എന്താ പറയുക, അതിനെ ഒരു നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ചിന്തിക്കുന്നവർ ധാരാളം പേരുണ്ട്. പക്ഷേ ഞാനതിനെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അതായത് ഇങ്ങോട്ട് വരുന്ന സത്യം പറഞ്ഞാൽ എല്ലാവരോടും കടപ്പാടുണ്ട്. ശരിക്കും നെഗറ്റീവ് പറയുന്നവരോടും പോസിറ്റീവ് പറയുന്നവരും. കാര്യം നെഗറ്റീവ്സ് പറയുന്നതിൽ നിന്നും ഞാൻ കൂടുതൽ ശക്തി ആവുകയാണ് ചെയ്യുന്നത്. കാര്യം നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ലക്ഷ്യം നമുക്ക് ഈ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മളെ ഈ ആരോഗ്യം അനുവദിക്കണമെന്നില്ല എല്ലാ കാര്യത്തിലും. ഞാൻ പറഞ്ഞില്ല, ഒരു മിസ്സസ് കാറ്റഗറി നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, നല്ലൊരു ഭാഗം വീട്ടുകാർക്കും കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും, പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? എല്ലാവരും വിചാരിക്കും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നല്ലൊരു മകളായിരിക്കാം, നല്ലൊരു ഭാര്യയായിരിക്കാം, നമ്മൾ നല്ലൊരു അമ്മയായിരിക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ലത് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞ ഒരു വാക്ക് കൊണ്ട് മറ്റൊരാളെ തൃപ്തിപ്പെടുത്താൻ പറ്റിയാൽ, ഒരു ചിരി കൊണ്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റിയാൽ, അതൊക്കെ തന്നെയാണ് ഈ ലോകത്ത് വലുതായിട്ടുള്ളത്. കാര്യം ഈ കോവിഡ് തന്നെ നമ്മളെ തെളിയിച്ചതാണ്. ഈ കാലവും കടന്നു പോകും. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തൃപ്തിയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടും ചെയ്താൽ നമുക്ക് മുന്നേറാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇന്നതാ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനാണ് മറ്റൊരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ഞാനാണ് ചെന്ന് ഓരോ പ്രോഗ്രാം ചെയ്യുന്നത്, ഇൻ്റർവ്യൂ. പക്ഷേ ഇന്ന് ഒരാൾ എന്നോട് ചോദിക്കും, ദീപ്തി ഒന്ന് കുറച്ച് നേരം എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് ഈശ്വരാനുഗ്രഹം. സത്യം. ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോയപ്പം ആദ്യമേ എനിക്ക് നെഗറ്റീവ്സാണ് കിട്ടിയത്. സത്യം പറയാമല്ലോ, ഒരിക്കലും ഒരു പോസിറ്റീവ് അപ്രോച്ചിലല്ല ഞാൻ ഇറങ്ങി തിരിച്ചത്. നെഗറ്റീവ്സ് തന്നെ. ആദ്യം തന്നെ നമ്മളെൻ്റെ ഡ്രസ്സ്
ഒരു ഡ്രസ്സ് നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിൽ അതിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെയാണ്. അപ്പം അവർ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതേ ടൈപ്പ് ഡ്രസ്സ് ഉണ്ട്. അപ്പം ഞാൻ തിരുവനന്തപുരത്തുകാരിയായാലും എനിക്ക് ഫാഷനെ കുറിച്ച് വലിയ പിടുത്തമില്ല, സത്യം പറയാമല്ലോ. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു വലിയൊരു കടയിൽ ചെന്നിട്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിനെ പറ്റി അവിടെ ചെന്ന് ചോദിച്ചായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, ഇയാൾക്കാണോ എന്ന് ചോദിച്ചു. പിന്നെ എനിക്കാണ്. അപ്പം എന്ത് ഡ്രസ്സെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗൗണാണ്, ഇങ്ങനെ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കാനാണ്. കോൺടെസ്റ്റാ? എന്ത് കോൺടെസ്റ്റ്? ഞാൻ പറഞ്ഞിങ്ങനെ മിസ്സസ് കേരള മത്സരമാണ് എന്ന് പറഞ്ഞു. മിസ്സസ് കേരളയല്ലോ, ഇയാൾക്കോ? അപ്പം അപ്പോഴേ എനിക്ക് പുള്ളിക്കാരിയുടെ മുഖം കണ്ടപ്പോഴേ എനിക്കങ്ങ് പെട്ടെന്നൊരിതായി. അതായത് ഞാൻ അതിനൊന്നും യോജിച്ചതല്ല, എനിക്കതൊന്നും ചേർന്നതല്ല എന്ന് പുള്ളിക്കാരിയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എനിക്ക് ബോധ്യമായി. പിന്നെ പറഞ്ഞു, എനിക്ക് ഇവിടെ ഡ്രസ്സ് ഗൗണാണ്, ഇയാൾക്കത് ചേർത്തില്ല, ഇയാളിട്ട് നടന്നാൽ അത് ഒട്ടും ഭംഗി ഉണ്ടാവത്തില്ല. ഒന്നാമത്തെ ഞാൻ 5 feet 1 inch ആണ്, എൻ്റെ ഹൈറ്റ് ഇതാണ്. പക്ഷേ നമ്മൾ 4 inch ഹീലുള്ള ചപ്പലിട്ടാണ് നടക്കുന്നത്. പക്ഷേ എന്നിട്ട് അവർ പറഞ്ഞ് പറ്റത്തില്ല, അവർ തിരക്കാണ്, അവിടെ ഇനി സമയമില്ല എന്ന് കുറേ പറഞ്ഞ് അവർ മാറ്റി. അപ്പം അതോടെ ഞാൻ വിചാരിച്ചു ഇനി ഇതിൽ പങ്കെടുക്കണ്ട. ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഓഫീസിൽ പോയി. ഓഫീസിൽ നിന്നിട്ട് ഞാൻ വീട്ടിൽ ഫോൺ ചെയ്ത് ഞാൻ മോൻ്റെ കൂടെ ചോദിച്ചു. അവൻ്റെ മോനെ ഇങ്ങനെയാണ് കാര്യം, അത് പറ്റത്തില്ല മോനെ, വേണ്ട. അപ്പം എൻ്റെ മക്കളാണ് പറഞ്ഞത്, മോനും മോളും പറഞ്ഞു, അമ്മയ്ക്ക് ചേരാത്തതെന്നല്ല, ഡ്രസ്സ് ഏത് ഡ്രസ്സ് ഇടുമോ അത് അവരൊരു ആറ്റിറ്റ്യൂഡാണ്, അമ്മ ധൈര്യമില്ല ആ കടയില്ലെങ്കിൽ വേറെ കടയിൽ പോകാം. അപ്പം തിരികെ വരണ വഴിയിൽ വീടിൻ്റെ അടുത്തോട്ട് സാധാ ഒരു തയ്യക്കടയിൽ ചെന്നിട്ട് ഞാനൊരു ചേച്ചിയോട് ജമന ചേച്ചി എനിക്കൊരു മത്സരത്തിൽ പങ്കെടുക്കണം, ചേച്ചി എനിക്കൊരു ഡ്രസ്സ് തച്ച് തരൂ, ഇന്നതാണ്. അപ്പം പറഞ്ഞു, മോള് ഫാഷൻ എന്താണെന്ന് പറഞ്ഞു തന്നാൽ മതി, അപ്പം അതനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് അതിൻ്റെ എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു, അതുപോലെ തച്ചു വന്നു. ആ ഡ്രസ്സ് ഇട്ടാണ് ഞാൻ മിസ്സസ് കേരള, ഇപ്പം യൂട്യൂബിൽ കാണാം, എസ്പാനിയോ ഇവൻസിൻ്റെ മിസ്സസ് കേരള 2022 അതിൽ യൂട്യൂബിൽ എനിക്ക് സബ് ടൈറ്റിൽ വിൻ ചെയ്തത് അവിടുത്തെ അനൗൺസ് ചെയ്ത സമയത്ത് ആ ഡ്രസ്സ് ഇട്ടാണ് ഞാൻ ട്രോഫി വാങ്ങിയതും സാഷ ഇട്ടതും ആ റാമ്പിൽ കൂടെ നടന്നതും. आपको कैसा लग रहा है कि आपका ये जो दिन है इतना प्यारी खूबसूरती स्माइल लेके आए आपके फेस पे? First of all, good evening, vanakkam, namaskaram. Thank you for, first of all, thanking God and giving me an opportunity for participating. First of all, thanking the DK pageants. First, the family DK pageants. Even I too become a member of this DK pageants. Thank to all, each and every person. I'm very much thankful. And this is for my native Kerala, the God's own country. Thank you all. ലൈം ലൈറ്റിൽ ആ മ്യൂസിക്കിൻ്റെ ഇടയിൽ നടന്നപ്പോൾ 4 inch ഹീലുള്ള ചപ്പലിട്ട് നടന്നപ്പോൾ സത്യത്തെ അഭിമാനിക്കുകയായിരുന്നു. കാര്യം എനിക്കും അത് സാധിക്കും. കാര്യം എനിക്ക് ആദ്യമേ കിട്ടിയ ഒരു നെഗറ്റീവാണ്, ദീപ്തിയെ കൊണ്ട് പറ്റില്ല എന്നുള്ള. പക്ഷേ ദീപ്തിയെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് സാധിക്കും. ഇത് ഞാൻ മാത്രമല്ല, എല്ലാവർക്കും എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും, എല്ലാവർക്കും പറ്റും. സാധാരണക്കാരൻ ഇപ്പം ഇതിൽ ഒരു സാധാരണക്കാരായിരുന്നോ അതായത് ഇംപെർഫെക്ഷൻസിൽ നിന്നും പെർഫെക്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ധാരാളം സ്ത്രീകൾ ബോഡി ഷേമിങ്ങിൽ ഇപ്പം പലരും എൻ്റെ പറഞ്ഞു, എനിക്ക് ചിക്കൻ പോക്സ് വന്ന് എൻ്റെ തലമുടി കൊഴിഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഈ മുടിയും വെച്ചുകൊണ്ടാണ് ഈ ബ്യൂട്ടി കോൺടെസ്റ്റിലൊക്കെ പോകുന്നത്? ഞാൻ പറഞ്ഞു, അതെ, ഈ മുടിയും വെച്ചിട്ട് തന്നെയാണ് പോയത്, ഞാനൊരു വിഗോ അങ്ങനെ ഒന്നും വെച്ച് ഇത് വെച്ച് തന്നെയാണ്. അതായത് നാം എന്താണോ നമ്മളവിടെ കാണിക്കുക, ശരിക്കും അതിൽ നിന്നാണ് അവർ പോയിൻ്റ്, അതായത് നമ്മളെ മാർക്ക്, നമ്മളെ വിലയിരുത്തുന്നത് അതിൽ നിന്നൊക്കെയാണ്. അതായത് ശരിക്കും ഈ മിസ്സസ് സൗത്ത് ഇന്ത്യ എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് നേടിയെടുത്ത കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ 2022 നവംബറിൽ തുടങ്ങിയതാണ്. അതായത് മിസ്സസ് കേരളയിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പം നമ്മൾ എല്ലാവരും ചോദിക്കും, ഇത് ശരിക്കും ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണോ അതിൽ നിന്നാണോ ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത്? പലരും ചോദിക്കും. കാര്യം ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കും, ഇതിൻ്റെ മത്സരാർത്ഥികൾ ധാരാളം ഇല്ലായിരുന്നോ, നിങ്ങൾക്ക് വേറെ കോമ്പറ്റീറ്റേഴ്സ് ആരും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു. അതായത് ചിലർ കളിയാക്കി ചോദിക്കുന്നത്, അതായത് ഭംഗിയുള്ള വേറെ ആരും ഇല്ലായിരുന്നോ എന്ന് വരെ ചോദ്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലരും. അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ട് പലരും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മിസ്സസ് കേരള എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ നടത്തം മാത്രമല്ല, നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതി വരെ അവർ ശ്രദ്ധിക്കാറുണ്ട്. കാര്യം ഓരോന്നിനും പോയിൻറ്റ്സ് നിർണ്ണയിക്കാറുണ്ട്. ശരിക്കും നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുന്നത് മാത്രമല്ല, കാര്യം നമ്മൾ കാണാറുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, അതിനൊരു 4-5 പേരോട് ചോദ്യം ചോദിക്കും, അതിൽ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള മറുപടി പറയുന്ന ഒരാൾക്കായിരിക്കും, നമ്മൾ അത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ 2 ദിവസം ഗ്രൂമിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത്
നമ്മൾ എങ്ങനെ മറ്റൊരാളടുത്ത് പെരുമാറുന്നു, മറ്റൊരാളടുത്ത് എങ്ങനെ സംസാരിക്കുന്നു, നമ്മൾ മറ്റൊരാളടുത്ത് എങ്ങനെ നമ്മൾ ഈവൻ ഫുഡ് കഴിക്കുമ്പോൾ പോലും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടോ, നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ അത് എത്രത്തോളം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു, ഓരോ കാര്യങ്ങളും നമുക്ക് ഇതിൽ മാർക്ക് ഇടുന്നുണ്ട്. ഇത് പലർക്കും അറിയില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മളെ എന്ത് പറയുക, ഇതിൽ ഞാനിപ്പം പങ്കെടുത്തില്ല, ഏതോ 2-3 കോൺടെസ്റ്റിൽ മാത്രം മിസ്റ്റർ കാറ്റഗറി ഉണ്ടായിരുന്നിട്ടുള്ളൂ. എല്ലാത്തിലും മിസ്സും മിസ്സസും ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ചിലതിലൊക്കെ മിസ്റ്റർ കാറ്റഗറി ഉണ്ടായിരുന്നു, മിസ്റ്റർ കാറ്റഗറി. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഇപ്പം മെയിലായാലും ഫീമെയിലായാലും ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും, ഇത് ധാരാളം ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഒരു മേഖലയിൽ വരുന്നുണ്ട്. കാര്യം നല്ല സൗന്ദര്യവും കഴിവുമുള്ളവർ ധാരാളം കടന്നു വരുന്നുണ്ട്. അപ്പം നമ്മൾ അവരോടുള്ള സമീപനം എങ്ങനെയായിരിക്കും, അതുവരെ ഇതിൻ്റെ ബേസാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ വന്നപ്പം മിസ്സസ് കാറ്റഗറി മാത്രം ഉണ്ടായിരുന്നൊരു കോൺടെസ്റ്റ് ആയിരുന്നു, അതായത് മിസ്സസ് കേരള. അവിടെ മിസ് എന്നുള്ള കാറ്റഗറി മിസ്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്ന അതിൽ ഈ പറഞ്ഞ ഇതൊക്കെ ബേസാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അത് എസ്പാനോ ഇവൻറ്റ്സ് ആണ് കണ്ടക്ട് ചെയ്തത്. അത് കൊച്ചിയിലല്ല, ആലപ്പുഴയിൽ വെച്ചാണ് നടന്നത്. പിന്നെ അതിനുശേഷം പങ്കെടുത്ത മിക്ക മത്സരങ്ങളിലും മിസ്റ്റർ കാറ്റഗറി, മിസ് കാറ്റഗറി, മിസ്സസ് കാറ്റഗറി. അപ്പം നമ്മൾ അതിൽ കൊച്ചു പിള്ളേർ മിസ് കാറ്റഗറിക്ക് വരുമ്പോൾ അവർ നല്ല പോലെ പെർഫോം ചെയ്യുന്ന മീൻസ് ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കുട്ടികളും പോലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റും എന്ന് വരെ നമുക്ക് അവരിൽ നിന്ന് കണ്ടുപഠിക്കാൻ ധാരാളമുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഞാൻ വേറെ 2-3 ഷോയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു. ശരിക്കും അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ നേരിടുന്നതൊന്നും പ്രശ്നങ്ങളല്ല. ശരിക്കും പറഞ്ഞാൽ അതിനുപരിയായിട്ട് അവരെ പോലെ, കാര്യം ഈ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളിൽ പോയപ്പോഴാണ് ഇതൊക്കെ കണ്ട് മനസ്സിലായത്. ശരിക്കും ഇപ്പോൾ പലരും പറയുന്നു, ഇപ്പോൾ ഒരു ഏജ് കഴിഞ്ഞ ഒരു സ്ത്രീകൾ കല്യാണം കഴിഞ്ഞു, പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ ചടഞ്ഞുകൂടിയിരിക്കുക, നമ്മൾ ചെയ്യേണ്ട വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ. പക്ഷേ നമുക്ക് ഓരോ വ്യക്തികൾക്കും, ഓരോ സ്ത്രീകൾക്കും ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അവരാൽ കഴിയുന്ന അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറയുന്നവരെ നമുക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. ഏത് സ്ത്രീകൾക്കും പറ്റില്ല എന്ന് പറയുന്നവരോട് നമുക്ക് പറ്റും, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബ്യൂട്ടി കോൺടെസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ കോൺഫിഡൻസ്. ഞാൻ ഒരു പേജൻറ്റിൽ മിസ്സസ് കോൺഫിഡൻസ് ആയിരുന്നു എൻ്റെ ഒരു കാര്യം. അവർ എന്നെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ കോൺഫിഡൻസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ആ പറഞ്ഞ സത്യത്തെ അപ്പോഴും നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് അപ്പോഴും എന്താണ് തോന്നുന്നത് അതാണ് പറയുന്നത്. പക്ഷേ ആ ജഡ്ജിങ് പാനലിന് അവരെങ്ങനെ ഇമ്പ്രസ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ സ്വഭാവം മാത്രമല്ല, നമ്മുടെ പെരുമാറ്റം, നമ്മൾ മറ്റൊരാളുടെ സമീപനം, ഇതെല്ലാം നമുക്ക് മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വൈഡായിട്ടൊരു അപ്രോച്ച് നമുക്ക് ലൈഫിൽ കിട്ടുകയാണ്. നമ്മൾ ചിന്തിച്ചത് മാത്രമായിരിക്കില്ല, നമ്മൾ മറ്റൊരാളുടെ അനുഭവം കൂടെ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ആരാണെന്നും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയത്. ശരിക്കും ഇതേപോലുള്ള കോമ്പറ്റീഷൻ എല്ലാവർക്കും നമ്മൾ പങ്കെടുക്കുക. ചിലപ്പം ജയിക്കില്ലായിരിക്കും, തോൽവി അതൊരു പ്രശ്നമുള്ള കേസല്ല. പക്ഷേ മുന്നേറിയാൽ ഉറപ്പായിട്ടും വിജയം ഉറപ്പായിട്ട് തേടിയെത്തും. എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പം മിസ്സസ് കേരള അല്ലെങ്കിൽ മിസ്സസ് സൗത്ത് ഇന്ത്യ ആയതിനു ശേഷം എന്താണ് ദീപ്തിക്ക് വന്ന മാറ്റം എന്താണ്? ഇപ്പം ശരിക്കും ദീപ്തി, എൻ്റെ ഇനിഷ്യൽ ദീപ്തി VR എന്നാണ്. പക്ഷേ അറിയപ്പെടുന്നത് ഒരുവിധം എന്ന് വെച്ചാൽ ഞാനൊരു ഓൺലൈൻ FM-ൽ RJ കൂടിയാണ്. അപ്പം RJ ദീപ്തി എന്നാണ്. ഇപ്പം നമ്മളിപ്പം ഗൂഗിളിൽ നോക്കിയാൽ RJ ദീപ്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത്. പക്ഷേ എന്ത് വ്യത്യാസം വന്നു ഇതിലൊക്കെ പങ്കെടുത്തതിന് ശേഷം, ഇങ്ങനെ ടൈറ്റിൽ വിന്നറൊക്കെ ആയതിനു ശേഷം ദീപ്തിക്ക് എന്ത് വ്യത്യാസം വന്നു? ശരിക്കും പറഞ്ഞാൽ അന്നും എന്നും ഞാൻ ഒരുപോലെയാണ്. പക്ഷേ എൻ്റെ ചിന്തകളിൽ, അത് എൻ്റെ ആറ്റിറ്റ്യൂഡ്, അതായത് ഒരാളുടെ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം മറ്റേത് എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് വിഷമം വരും. കാര്യം നമ്മളൊരു ഞാൻ തുടങ്ങിയത് തന്നെ ഒരു സാധാ സ്ത്രീയിൽ നിന്നാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് അതങ്ങോട്ട് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കും. ഇതൊക്കെ തന്നെയാണ് കാര്യം, നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഷേക്സ്പിയർ പറയുമ്പോൾ എന്താ പറയുക, ലോകം എന്ന് പറഞ്ഞൊരു സ്റ്റേജാണ്. നമ്മളൊക്കെ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ് ആണ്, നമ്മൾ അഭിനേതാക്കളാണ്. നമുക്ക് കിട്ടിയ റോള് കറക്റ്റായിട്ട് അഭിനയിച്ച് തീർക്കുക. ശരിക്കും പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും അതിലൊരു കലർപ്പില്ലാതെ നമ്മൾ ആത്മാർത്ഥമായി ചെയ്താൽ എന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പിന്നെ ഇപ്പം പുറത്ത് ദൂര സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കാര്യം വീട്ടിൽ എല്ലാവർക്കും കൂടെ വരാനുള്ള സാഹചര്യമില്ല. മക്കൾ പഠിക്കുകയാണ്, ഹസ്ബൻഡ് പ്രൈവറ്റ് ഫേമാണ്. അപ്പം എല്ലാവർക്കും കൂടെ വരാൻ പറ്റില്ല. എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലായിടത്തും പോകുന്നതും കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യും. കാര്യം ഒരു സ്ത്രീ എന്ന ലെവലിൽ എല്ലാവരും പറയും, അവൾ പെണ്ണ് തന്നെയല്ല, അവളെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. അല്ല,
ഇല്ല, നമുക്കും സാധിക്കും. പിന്നെ റോൾ മോഡൽ എല്ലാവരും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ റോൾ മോഡൽ എൻ്റെ അടുത്ത് ഒരു ഇതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് റോൾ മോഡൽ. സത്യം പറഞ്ഞാൽ എല്ലാം വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. എൻ്റെ അച്ഛനാണ് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത്. കാര്യം അച്ഛൻ എന്തൊക്കെ നമ്മളെ എങ്ങനെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ ശരിക്കും നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നതിന് വലിയൊരു പങ്ക് വീട്ടിൽ രക്ഷകർത്താക്കൾക്കുണ്ട്. എൻ്റെ അച്ഛൻ എൻ്റെ ഒരു വലിയ റോൾ മോഡലാണ്. പിന്നെ ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴും പറയുമായിരുന്നു, അതായത് കോളേജ് അത് കഴിഞ്ഞതിന് ശേഷം അതായത് സ്കോർപ്പിയോക്കാരി ആയിരുന്നു. അതായത് നവംബറിൽ ജനിച്ച ഒരാൾ. അപ്പം നവംബർ 1 ഐശ്വര്യ റായ്, നവംബർ 2 ഷാറൂഖ് ഖാൻ, നവംബർ 3 ദീപ്തി. അപ്പോൾ എല്ലാവരും പറയും ഷാറൂഖ് ഖാനും പിന്നെ നവംബർ 23 എത്രയാണ് നമ്മളെ സുസ്മിത സെൻ. അപ്പം അവരൊക്കെ ഇതാവാം, പക്ഷേ ദീപ്തിക്ക് ആവാൻ പറ്റില്ല. അവർക്ക് സെലിബ്രിറ്റി ആവാം, പക്ഷേ ദീപ്തിക്ക് ആവാൻ പറ്റില്ല. പക്ഷേ ഇല്ലെങ്കിൽ ഒരു ടൈറ്റിലെങ്കിലും വിൻ ചെയ്യാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് സ്കോർപ്പിയോ എന്നുള്ള നിലയിൽ. അങ്ങനെ റോൾ മോഡൽ എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഓരോ ദിവസവും കാണുന്ന അനുഭവങ്ങൾ ഇതൊക്കെ നമുക്ക് റോൾ മോഡലാണ്, നമുക്ക് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ്.